മിണ്ടാതിരിക്കണേ? അല്ലടി മോളെ, പണ്ടൊരു വിഷുവിനെ നിന്റെ അച്ഛൻ നമ്മുടെ സുമേഷിനെ കണ്ണും പൊത്തി വിഷുക്കണി കാണിക്കാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോയി ചാണാക്കുടി തള്ളിയിട്ട്. എന്റെ പൊന്നു, നേരത്തെ പറഞ്ഞെങ്കിൽ ശമ്പൂന്നിട്ട് എണ്ണം പണി കൊടുക്കായിരുന്നു. അതിനൊന്നും നിൽക്കണ്ട കേട്ടോ. അന്ന് തന്നെ അവന്മാർ എന്നെ വലിയ പ്രശ്നമാക്കിയെന്നറിയാം. നീ ഇതും കേട്ടോണ്ട് പോയി പിള്ളേരുടെ അടുത്ത് കുരുത്തക്കിടന്ന് കാണിക്കാൻ നിൽക്കണ്ട പറഞ്ഞേക്കാം. എന്നാ വേണ്ട, ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ഓ, വല്ലാത്തൊരാഗ്രഹമായി പോയത്. ലളിതേ, പണി പാളി. ഇന്ന് ബാങ്ക് അവധിയല്ലേ, അതുകൊണ്ട് വിഷു കൈ നീട്ട ഇന്ന് കൊടുക്കാൻ പറ്റില്ല കേട്ടാ. ഹലോ, ഒന്ന് നിന്നേ. അതിന് നിങ്ങൾ എന്തിനാ ഇന്നിപ്പം ബാങ്കിലോട്ട് ഓടുന്ന? ATM എടുത്താ പോരെ? അത് ശരി. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ല? ഇല്ല. ഇനി കഴിഞ്ഞ ആഴ്ച 3 പ്രാവശ്യം പിൻകോഡ് തെറ്റിച്ച് കുത്തിയിട്ട് എന്റെ കാർഡൊക്കെ ബ്ലോക്ക് ആയിരിക്കുമല്ലേ. ഇനിയിപ്പോ പിന്നെ അത് ബാങ്കിൽ പോയാലൊക്കെ അല്ലേ ശരിയാക്കാൻ പറ്റൂ. അമ്മ പറഞ്ഞായിരുന്നു അപ്പൊ എന്തെങ്കിലും അടവായിട്ട് കൊണ്ടുവരുമെന്ന്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിന്റെ അമ്മ അങ്ങനെ പലതും പറയും. കൊച്ച, ഇത് അടവൊന്നും അല്ല. എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി നിങ്ങളുടെ ATM കാർഡ് എടുത്തോണ്ട് വാ. നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് ഒന്ന് ATM വരെ പോയി നോക്കാം. അതെന്തിനാണ് ഇപ്പൊ അതങ്ങനെ? നിങ്ങൾ ഒരുമാതിരി അടവെടുത്താൽ ഞാൻ മറ്റേ കാര്യം എല്ലാവരോടും പറഞ്ഞു കൊടുക്കും കേട്ടോ. ഏത് കാര്യം അച്ഛമ്മ? ഒന്നുമില്ല മോളെ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ATM വർക്കിംഗ് ആണോ അല്ലയോ? വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ കാർഡും കൊണ്ട് പോയി പൈസ എടുത്ത് ഉച്ചയ്ക്ക് പിന്നെ പിള്ളേർക്കെല്ലാം വിഷുക്കന്നീട്ടം കൊടുത്തു. പറഞ്ഞ മനസ്സിലാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നീരാ അല്ല. പിന്നെ ചെറുക്കാൻ മനുഷ്യന്റെ ജീവൻ പോയല്ലോ. ബാക്കി പറയട്ടെ, മടിച്ചിക്കാതെ അറച്ചിക്കാതെ രണ്ടുപേരും ടിക്കറ്റ് എടുത്താട്ടെ. എന്തോ ഇതൊക്കെ ലോട്ടറി കണ്ടിട്ട് മനസ്സിലായില്ലേ? അച്ഛാ, ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല. ഞാൻ പണ്ട് തൊട്ട് ഒരു ഐശ്വര്യമുള്ളതെന്ന് അറിയാലോ. 2ാം സമ്മാനം 3ാം സമ്മാനം എന്റെ ലോട്ടറി എടുക്കുന്നവർക്കായിരിക്കും അടിക്കുന്നേ. അപ്പൊ ഒന്നാം സമ്മാനം എടി, അത് വിറ്റ് പോവാതെ എന്റെ ബാക്കി ഇരിക്കുന്ന ടിക്കറ്റിന് രക്ഷപ്പെട്ടില്ലേ? അച്ഛാ, ടിക്കറ്റ് അടിച്ചാ ആടാ. എനിക്കൊന്നും വേണ്ട നിന്റെ ലോട്ടറി. അച്ഛാ, എടുക്കച്ചാ, വിറ്റ് പോയില്ലേ പ്രശ്നമാവുന്നു. പ്രശ്നമാവട്ടടാ. നിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞ ഇപ്പൊ ഇതും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ. അമ്മെങ്കിലും എടുക്കാം. എടുത്തോണ്ട് പോടാ അവന്റെ ഒരു ലോട്ടറിയും കച്ചവടവും. വേണ്ട, ആരും എടുക്കണ്ട. ഞാൻ ആ റോഡിൽ പോയി ടിക്കറ്റ് വിട്ടോളാം. ആൾക്കാരെ സോപ്പിട്ട് എടുക്കാനുള്ള ടെക്നിക്കൊക്കെ എന്റെ കയ്യിലുണ്ട്. നാളെയാണ് ബമ്പർ ഞെടുക്കെടുപ്പ്. നാളെയാണ് വെളിയിലോട്ട് പോയി നാളെയാണ് 1 കോടിയുടെ ബമ്പർ ഞെടുക്കെടുപ്പ്. നാളെയാണ്. ഇത് കറങ്ങി തിരിഞ്ഞ് മിക്കാറ് അച്ഛന്റെ അപ്പൂപ്പന്റെ തലക്ക് വീഴുമെന്ന് തോന്നുന്നു. കൊച്ച, കരുനാക്കടുത്ത് വളക്കല്ലേ. യോ അച്ഛമ്മ, ഞാൻ കരുനാക്ക് കൊണ്ടൊന്നും അല്ല ഇങ്ങനെ ആവുന്നത്. കാര്യമാക്കണം. എന്തുവാ അച്ഛമ്മ? ഞാൻ അറിയാതെ ആദ്യമായിട്ട് വിഷുവിനൊന്ന് നിന്ന് ഉറങ്ങിപ്പോയി. അതിനിവിടെ ഉള്ള എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് കേട്ടോ. വർഷത്തിൽ ഒരിക്കലല്ലേ ഒരു വിഷു വരൂ. അന്ന് നീ ചാരി നിന്ന് ഉറങ്ങാതെ ഉണർന്നിരുന്നൂടെ? സോറി അച്ഛമ്മ, അത് പിന്നെ ഞാൻ എന്തായാലും ഞാനും കുഞ്ഞുണ്ണിയും കൂടെ വിളിച്ച് ആ രാഘവോത്സവരെ സംസാരിച്ചു. അങ്ങനെ ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ട്, അത് നീ ചെയ്യണം. എന്തുവാ അച്ഛമ്മ? കുംഭകർണ പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. അത് നീ ആ രാഘവോത്സവരെ വീട്ടിൽ ചെന്നിട്ട് അത് ചെയ്യണം. കുംഭകർണ പൂജയോ? അതെന്തുവാ? വലിയ പരിപാടിയൊന്നുമില്ല. 1/2 മണിക്കൂർ നിന്റെ കാലിൻ്റെ വെള്ളയ്ക്ക് ഇക്കിളിയാക്കും. അത് കഴിയുമ്പോൾ ഒരു പ്രസാദം തരും. അത് കൊണ്ടുവന്ന് ചെരുപ്പിടാതെ 100 വീട്ടുകളിൽ കൊടുക്കണം. 1/2 മണിക്കൂർ കാൽപാദത്തിൽ ഇക്കിളിയാക്കുമെന്നോ? എന്റെ പൊന്നച്ഛമ്മ, ആ രാകേഷ് ചോദിച്ചതിന് പ്രാന്താണ്. അതെല്ലാം കേട്ടു തുള്ളാൻ ഇവിടെ കുറെ എണ്ണവും. നീ മിണ്ടരുത്. നീ പറയുന്നത് ഇങ്ങോട്ട് അനുസരിച്ചാൽ മതി. രാവിലെ നിന്നോട് നിന്ന് ഉറങ്ങാൻ ആര് പറഞ്ഞു? അച്ഛമ്മ, കഷ്ടമുണ്ട് അച്ഛമ്മ. ദൈവം, ഇതെന്തൊരു കഷ്ടമാണോ? നാളെയാണ് ബമ്പർ ഞെടുക്കെടുപ്പ്. നാളെയാണ്. എടാ സുമേ, നീ ഒന്ന് അച്ഛമ്മനെ പറഞ്ഞ് മനസ്സിലാക്കടാ. അച്ഛമ്മ പറയുവാ എന്റെ കാലിന്റെ അടിയിൽ 1/2 മണിക്കൂർ ഇക്കിളിട്ടിട്ട് ഞാൻ 100 വീട്ടിൽ പോയിട്ട് ചെരുപ്പിടാതെ പോയി പ്രസാദം കൊടുക്കണമെന്നൊക്കെ. 100 വീട്ടിലോ? ആടാ. ഒറ്റ മിനിറ്റ്. ഇതെന്തിനാ? എന്തായാലും നീ 100 വീട്ടിൽ പോയില്ലേ? ഈ ടിക്കറ്റ് ഇറ്റാ തൊണ്ട പോകണം നിന്റെ അമ്മൂമ്മയുടെ ടിക്കറ്റ്. അമ്മൂമ്മയുടെ ടിക്കറ്റ് എന്നല്ലേ പറഞ്ഞ? അച്ഛമ്മയുടെ ടിക്കറ്റ് എന്നല്ലല്ലോ പറഞ്ഞേ. ചില സ്ഥലങ്ങളിലൊക്കെ അച്ഛമ്മ അമ്മൂമ്മയെന്നാ വിളിക്കുന്ന അച്ഛമ്മ. പക്ഷെ ഞാൻ അമ്മയുടെ അമ്മേനെയാണ് അച്ഛമ്മ ഉദ്ദേശിച്ചത്. എന്തായാലും ശരി, ആ ഉത്തമനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൂജ ചെയ്തിട്ട് വാ. അച്ഛമ്മ, അത് പിന്നെ പോണോ അച്ഛമ്മ? അടി വേണോ നിനക്ക്? വേണ്ട, ഞാൻ പോയിക്കോളാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓരോ വീട്ടിലും 2 ടിക്കറ്റ് വീതം കൊടുത്താൽ മാത്രം മതി. നീ എവിടെ ചേർക്കാൻ നിന്റെ ചെവിക്കളി ഞാൻ അടിച്ചു പൊട്ടിക്കും കേട്ടോ. നീ ഓരോന്ന് പോയി ഒപ്പിച്ചിട്ട് വന്നിട്ട് ഞാൻ പോയി ടിക്കറ്റ് വെക്കണമെന്ന് പറഞ്ഞത് എവിടുത്തെ ന്യായവാ? എടി, നിനക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നീ അത് പറഞ്ഞാൽ എന്തിനാ ഷോ കാണിക്കുന്നത്? എന്തിനാ പിന്നെ ഷോ കാണിച്ചോ? ഷോ കാണിച്ചാൽ അടി കൂടരുത്. രാവിലെ നല്ലൊരു ദിവസമായിട്ട് അടി ഉണ്ടാക്കാനുള്ള പണിയാന്ന് എല്ലാവരും ഇറങ്ങിപ്പോക്കോളി. അത് അവിടുത്തെ പറയാ അച്ഛമ്മ അങ്ങോട്ട്. നീ എന്തിനാ ലോട്ടറി ടിക്കറ്റ് കീറിക്കളന്നേ? നീ ഉണ്ടാക്കൊണ്ട ലോട്ടറി ടിക്കറ്റ് ആണോ അത്? നീ തന്നെ കൊണ്ടുപോയി വിൽക്കണമായിരുന്നു. അടി വാങ്ങിക്കരുത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായത്തിലുണ്ടോ ഈ രാജേഷ് ജോൾസിന് 2 അടിയുടെ കുറവുണ്ട്. സത്യം 2 അല്ല. നിങ്ങളുടെ അച്ഛൻ പഠിച്ച പണി പല അടവ് പയറ്റിട്ടുണ്ടല്ലോ. അമ്പിനും വില്ലിനും അടുക്കാൻ നിന്ന് ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും കായ് നിറച്ച് വിഷു കൈനീട്ട് തരാൻ കൊണ്ടുവന്നിരിക്കുക. അടിപൊളി. ഓ ആണടേ.
അച്ഛ വിഷു കഴിഞ്ഞിട്ട് തരുമ്പോൾ നല്ല പ്രസന്നമായ മുഖത്തോടെ വേണ്ട തരാൻ. ഓ എനിക്ക് അഭിനയൊന്നും അത്ര വശമല്ല. ആ സാരമില്ല, അച്ഛൻ്റെ മുഖം ഇങ്ങനെ തന്നെ വെച്ചിട്ട് കൈനിറയെ ഇങ്ങനെ തന്നാ മതി. എടുത്തും കൊടുക്ക് നിങ്ങൾ. ഓ എന്നാ പിടിച്ചോ. ചത്താലും വേണ്ട. ആ പിടി. താങ്ക് യു അച്ഛാ. ഓ എന്നാ നാളെയാണ് നാളത്തെ ബായ്ക്കുറി. എടാ ഓടി വാടാ, കൈനീട്ട് കൊടുക്കുന്നു വാ. എന്നെ വിളിക്കാതെ കൈ നീട്ട് കൊടുക്കുന്നു. എന്നാ അങ്ങോട്ട് വാ. ആ നീ മേടിച്ചോ. അയ്യോ